ഹായ് കൂട്ടുകാരെ, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈഡിൽ ഞൊറി വെച്ചിട്ടുള്ള ഒരു സാധാരണ ചുരിദാർ ബോട്ടമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് രണ്ട് അളവ് മതി ഒരു സാധാ ബോട്ടം തയ്ക്കാനായിട്ട്. ആദ്യമായിട്ട് ലെങ്ത്ത് അത് 39 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഹിപ്പ്, ആ ഹിപ്പിൻ്റെ അളവ് 36 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇത് മതി നമുക്ക് ഒരു ലൂസ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 39, അതിന് ബാൻഡ് ഒരു പീസ് ഉണ്ടല്ലോ, വേസ്റ്റ് ബാൻഡ് പീസ് ഉണ്ട്. അപ്പോൾ ആ ബാൻഡ് പീസിൻ്റെ ഇറക്കം കുറയ്ക്കണം. 6 ഇഞ്ച് വീതിയിലാണ് ബാൻഡ് പീസ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ 39 നിന്നും 6 ഇഞ്ച് കുറയ്ക്കണം. അപ്പം നമുക്ക് 33 ഇഞ്ച് കിട്ടും. ആ 3 ഇഞ്ചിനോട് മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാലൻസ് പോകുന്ന തയ്യൽ തുമ്പ് പോകുന്നതും, താഴെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ചും കൂടി വേണം നമുക്ക് ബോട്ടം കട്ടിയിൽ മടക്കി അടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ആ ബോട്ടം ഇതിനകത്ത് ചെയ്യുന്ന സ്പ്രേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 39 നിന്നും 6 ഇഞ്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന 33നോട് 2 ഇഞ്ച് കൂട്ടുക. മുകളിൽ 1/2 ഇഞ്ച്, താഴെ 1.5 ഇഞ്ച്, 2 ഇഞ്ച് കൂട്ടുക. അങ്ങനെ 35 ഇഞ്ച് നമുക്ക് ലെങ്ത് വേണം. നമ്മളിവിടെ ഈ 35 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. ഇവിടെ ഈ തുണി ഇപ്പോൾ കറക്റ്റ് 35 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 35 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. പിന്നെ ഈ തുണിയുടെ ഈ ഫുൾ വീതി ഇത് ഹാഫായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലിന് വെച്ചിട്ട് ഈ ഫുൾ വീതി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തൊന്നും ലൂസ് ബോട്ടമാണല്ലോ, അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ബാൻഡ് പീസിൻ്റെ നമ്മുടെ ക്രോച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ 15 ഇഞ്ചാണ് വരുന്നത്. അതിൽ ബാൻഡ് പീസിൻ്റെ 6 ഇഞ്ച് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 9 ഇഞ്ചാണ് താഴത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതിന് 9.5 ഇഞ്ച് എടുക്കണം. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും ഒക്കെ ആയിട്ട് പോകുന്നതിന് വേണ്ടി 9.5 ഇഞ്ച് എടുക്കണം. പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമുക്ക് വണ്ണം എത്രയാണോ വേണ്ടത് ആ വേസ്റ്റ് അളവിൽ നിന്നും വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നുമാണ് 1.5 ഇഞ്ച് അങ്ങോട്ടേക്കാണ് ഇത് ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് ലൂസ് കൂട്ടിയ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 19 ഇഞ്ചുണ്ട്. ഇതിൽ നിന്നും 1.5 ഇഞ്ച് നീക്കി ഒരു പോയിന്റ് ഇടണം. എന്നിട്ട് ഇത് നമ്മുടെ ക്രോച്ച് ഏരിയയാണ്. ഇതുപോലെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്നും 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു കർവ് ഷേപ്പ് കൊടുക്കണം. ഇത് നമുക്ക് ഒരു എക്സ്ട്രാ ലൂസ് പൊട്ടിപ്പോകാതെ ഇരിക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് താഴെ ഭാഗം 1.5 ഇഞ്ചാണല്ലോ നമ്മൾ താഴെ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ചെരിച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ടോപ്പ് ബോട്ടത്തിൻ്റെ ലെഗ് പോർഷൻ. പിന്നീട് നമ്മൾ ബാൻഡ് പോർഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന ഈ ഭാഗത്തു നിന്നുമാണ് നമ്മൾ ബാൻഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് നമുക്ക് ഹിപ്പ് 36 ആണ് കിട്ടിയിരിക്കുന്നത്.
അതിനോട് നമ്മളൊരു 6 ഇഞ്ച് കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 42 കിട്ടും. പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ 6 ഇഞ്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ മുകളിൽ 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ. ഇത് തേര് ഭാഗമായതുകൊണ്ടാണ് 1 ഇഞ്ച്, അല്ലെങ്കിൽ മുകളിൽ 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനിടണം. താഴെ 1/2 ഇഞ്ച് കൂടി ഇടണം. അപ്പോൾ 1.5 ഇഞ്ച്. അതിനോട് നമുക്കിപ്പോൾ 1.5 ഇഞ്ച് കൂട്ടിയാലും മതി. മുകളിൽ 1.5, അപ്പോൾ 7.5 ഇഞ്ചിൽ നമ്മൾ ഈ ബാൻഡ് പീസ് മാർക്ക് ചെയ്യുവാണ്. കണ്ടോ, 7.5 ഇഞ്ച്. ഈ 42 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, വേസ്റ്റ് അളവ് 42 കിട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ 4/1 ഭാഗം ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് അപ്പോൾ 10.5. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ട് ചെയ്യണം. നമുക്ക് ഈ ഭാഗം മടക്കി അടിക്കാനാണ്. ഇത് 2 പീസായിട്ടാണ് ഈ ബാൻഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലും മടക്കി അടിക്കുമ്പോൾ 1/2 ഇഞ്ച് വീതം പോകും. പിന്നെ ചരട് കോർക്കുന്ന ഭാഗവും മടക്കി അടിക്കാനുണ്ട്. അപ്പോൾ 12 ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. നമുക്കൊരു ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അതിൽ ബോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പീസ് ഇതാണ്. ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് പാറ്റേൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടം വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് വേസ്റ്റ് പീസാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബാൻഡ് പീസ്. നമുക്ക് ആദ്യമായിട്ട് ബോട്ടത്തിൻ്റെ താഴ്ഭാഗം, കാലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ റോളായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ പീസ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കനം കുറഞ്ഞ രീതിയിൽ നമ്മൾ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ അളവിൽ മുറിച്ചെടുത്തിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇത് 1 ഇഞ്ച് വീതിയാണ്. അപ്പോൾ അത് ആണ് നമ്മളിവിടെ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ടോ, ഈ ലെവലിന് വെച്ച് കൊടുത്തിട്ട് ഈ എക്സ്ട്രാ ഉള്ളത് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സൈഡിൽ കൂടിയും സ്റ്റിച്ച് ചെയ്യണം, പിന്നെ ഈ അറ്റത്തു കൂടിയും ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് പ്രഷർ ഫൂട്ടിൻ്റെ വീതി ഇട്ട് 4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ഇത് ഉറപ്പിക്കണം. ഞാനത് ചെയ്തു കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ആ താഴ്ഭാഗം 4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 കാല് ഭാഗം എടുത്തിട്ട് നല്ല വശവും കൂട്ടിച്ചേർത്ത് പിടിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചീത്ത ഭാഗമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് നമ്മൾ ആദ്യം ആ നോച്ചേരി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ 2 വശവും എടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യണം. 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കണ്ടോ, ഇതാണ് ഒരു കാല്. ഇത് അടുത്ത കാലിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ സൈഡ് ഭാഗത്താണ് ഞൊറി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഇത്രയും ഭാഗത്തു നിന്നും അങ്ങോട്ടേക്ക് ഞൊറിയിട്ട് കൊടുക്കുക. ഇതും അതുപോലെ തന്നെ ഞൊറിയിട്ട് കൊടുക്കുക. നമ്മൾ സെൻറ്ററാണ് ഞൊറി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഞൊറിയിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ബാൻഡ് പീസ് തയ്ച്ചെടുത്തിട്ട് ഈ ഞൊറി ബാൻഡ് പീസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അത് ഞാൻ അന്നേരം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 2 ഭാഗത്തും ഞൊറിയിട്ടിട്ടുണ്ട്. ഇതാണ് ജോയിൻ്റ് ഭാഗം. ഇത് അടുത്ത ഭാഗം. അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ഞൊറിയിട്ട് ഇതുപോലെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാൻഡ് പീസ് യോജിപ്പിക്കാം. ഇതാണ് നമ്മൾ ബാൻഡ് പീസിന് വെച്ചിരിക്കുന്നത്. ഇത് 2 പീസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം, ബാക്കിൽ വരുന്ന ഭാഗം ഇതുപോലെ യോജിപ്പിക്കുക. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഫ്രണ്ടിൽ വരുന്ന ഭാഗം ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് വേണം 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ. ഇത് ബാക്ക് ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഫ്രണ്ടിലേക്ക് അല്പം കൂട്ടി തയ്യൽ തുമ്പിട്ടിരിക്കുകയാണ്. അത് ഇതുപോലെ
തുറന്ന് പിടിക്കണം. തുറന്ന് പിടിച്ചിട്ട് ഈ ഭാഗവും ഇതുപോലെ തന്നെ തുറന്ന് പിടിക്കണം. കണ്ടോ? ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ തുമ്പ് മടക്കി ഈ വശത്തോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ പോയിട്ട് ഈ ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ തുമ്പ് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് ചരട് കോർക്കാനായിട്ട് ചെയ്യുവാണ്. ഞാൻ ദാ ഈ ചരടാണ് ഉപയോഗിക്കുന്നത്. അതല്ല, സ്റ്റിച്ച് ചെയ്തെടുത്ത ചരട് വേണമെങ്കിൽ അതും ചെയ്യാം. ദാ ഇതിന് ആ ചരട് കോർക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് ഒരു 2 സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. കണ്ടോ? ഇതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി 2 സ്റ്റിച്ച് ഇത്രയും പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ ചെയ്യുന്നത് ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാട്ടോ. ഇതിലൂടെയാണ് ചരട് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം ഫുൾ ഓപ്പൺ ചെയ്ത് മടക്കി അടിക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് സ്റ്റിച്ച് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും പേർക്കും കാണാറുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് പൊട്ടിപ്പോകുന്ന ഒരു സാധ്യതയേ ഇല്ല. ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഹോൾ ഇട്ടെടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ ചീത്തവശത്ത് വെച്ച് ഈ ചരട് നമ്മൾ നല്ല വശത്തേക്ക് കടത്തിയെടുക്കും. ഇതുപോലെ കടത്തിയെടുത്തിട്ട് ഇതാ ഇതിനി ഈ ചീത്തവശത്തേക്ക് തന്നെ മറച്ച് നമ്മൾ ഇതുവഴി സ്റ്റിച്ച് ചെയ്ത് പോകുവാണ്. ചരടിൽ കയറി സ്റ്റിച്ച് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഇതുവഴി സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ റൗണ്ട് ചെയ്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും ആ ചരടിൻ്റെ തുമ്പ് ഈ ഹോളിൽ കൂടി തന്നെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഈ ഭാഗം ഫിനിഷ് ചെയ്യുക. പിന്നെ ഒരിക്കലും ഇത് ഇങ്ങനെ തുറന്ന് താഴത്തേക്ക് പൊട്ടിപ്പോവില്ല. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇപ്പോൾ ദാ ഇത് ഒറ്റയായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. ഞാനിതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇവിടുത്തെ സ്റ്റിച്ച് നിർത്തിയിട്ട് വന്നതാണ്. സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ദാ ഈ ഓപ്പൺ ഉണ്ടല്ലോ, ഇതുവഴി തന്നെ ഈ ഹോളിൽ കൂടി തന്നെ ഇതും കൂടി ഒന്ന് കയറ്റിയെടുക്കണം. പുറത്തേക്ക് കയറ്റിയെടുക്കണം. ഇതുപോലെ ഈ ചരട് കയറ്റിയെടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഇവിടം വരെ വന്ന് ഇവിടെ 2 or 3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. പിന്നെ ഇത് പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ഈ ചരട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി സാധാരണയായി എല്ലാവരും പറയാറുള്ളതാണ്, ധൃതി പിടിച്ച് ചുരിദാർ എടുക്കുമ്പോൾ ഈ ചരട് ഉള്ളിലേക്ക് കയറിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്. ഈ 2 ചരടും ഒരു കറക്റ്റ് ലെവലിലാക്കി നമ്മൾ എടുക്കണം. കണ്ടോ? ഏകദേശം കറക്റ്റ് ലെവലിലാക്കി അതെടുത്ത ശേഷം ഇതിൻ്റെ നേരെ ബാക്കിൽ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചരട് 2 വശത്തേക്കും വലിഞ്ഞു പോകില്ല. ഇപ്പോൾ അതോ അതും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ടിപ്സാണ് കേട്ടോ. എല്ലായ്പ്പോഴും എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം പറഞ്ഞു തന്നു മാത്രം. ഇനി ആ ബാൻഡ് പീസ് അവിടെ വയ്ക്കുക. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ബാൻഡ് പീസിൻ്റെ സെൻറ്റർ ഇതാ ഇതുപോലെ വെക്കണം. നമുക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ ബാക്കിലും നമുക്കൊരു സ്റ്റിച്ച് വന്നിട്ടുണ്ട്, ഫ്രണ്ടിലും സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് കിട്ടാതെ ഒറ്റയായിട്ട് ബാൻഡ് പീസ് കിട്ടുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് സെൻറ്റർ ബാക്കിൽ ഒന്ന് മാർക്ക് ചെയ്യണം. കാരണം ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ജോയിൻ്റ് കറക്റ്റ് ബാക്കിലായിട്ട് വരണം. അല്ലാതെ ബാക്കിൽ നിന്ന് ഒരു വശത്തേക്ക് നീങ്ങിപ്പോയാൽ നമുക്ക് ഇത് ഇടുമ്പോൾ പെട്ടെന്ന് വലിച്ചിലുണ്ടാവും. പെട്ടെന്ന് അതിൻ്റെ ഈ നോച്ചേരിയുടെ ഈ ഭാഗം പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് രണ്ടും സെയിം ആയിരിക്കണം. അല്ല എങ്കിൽ ഈ ഭാഗത്തോട്ട് കൂടുതൽ, അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗം ഫ്രില്ല് കൂടുതലുണ്ട്. ഇനി ഇത് വീണ്ടും 1 or 2 ഫ്രില്ല് കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കറക്റ്റ് ആക്കണം. എങ്ങനെ ചെയ്താലും ഈ ഒരു കാൽഭാഗം, ഈ ഒരു ഭാഗം കറക്റ്റായിട്ടും ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്നിരിക്കണം. ബാക്കും ഫ്രണ്ടും കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ഈ ഭാഗവും ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കണം. ഇതുപോലെ ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വയ്ക്കാൻ നേരത്ത് ഈ ബാൻഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് അഴിക്കേണ്ടി വരില്ല, അഴിച്ചിട്ട് ചെയ്യേണ്ടി വരില്ല. ഈ ബാൻഡ് പീസ് കറക്റ്റ് റൗണ്ട് എടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റുക.
കയറ്റി വെച്ച് സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററും വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ താഴെ ഭാഗം കൂടുതലുണ്ടെങ്കിൽ അത് ഓരോ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ബാക്കിൽ ഈ ജോയിൻറ്റുമായിട്ട് കറക്റ്റായിട്ട് ഇത് വരണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നല്ല, ഇങ്ങനെ കിട്ടണം, അത് നിർബന്ധമാണ്. ഇത് കണ്ടോ, ആ സെൻറ്റർ ജോയിൻറ്റ് ഇവിടെ ആ ജോയിൻറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നിവർത്തിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടത്തിൻ്റെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കാലിൻ്റെ താഴെ മുതൽ ഒരൊറ്റ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. ഇതിൻ്റെ ഈ ഭാഗം 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതല്ല, ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തർക്കുടെ ഇഷ്ടമാണ്. അപ്പോൾ നല്ല വശത്ത് ഒരു സ്റ്റിച്ച് കൂടി വരുമെന്ന് മാത്രം. ഞാനിതിപ്പോൾ 2 പ്രാവശ്യം ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ചീത്തവശം എടുക്കുക. കാലിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള ലൂസ് മാർക്ക് ചെയ്തിട്ട്, ഇതിപ്പോൾ 6.5 ഇഞ്ചാണ്, നമുക്കൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ താഴെ ഊരിപ്പോരില്ല. പിന്നെ ഓരോരുത്തരുടെയും കാലിൻ്റെ അളവുണ്ടല്ലോ, അതനുസരിച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ സെൻറ്റർ ഈ ഏരിയയിൽ എത്തുക. അപ്പോൾ ഇവിടുത്തെ ഈ പോയിൻറ്റും കറക്റ്റായിട്ട് വരണം. അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ താഴെ വരെ എത്തുക. ഇപ്പറയുള്ള കാലിൻ്റെ താഴെ വരെ എത്തുക. കണ്ടോ, ഒരു കാലിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയാൽ അത് ഇങ്ങനെ ഒരു കാലിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ അത് സെൻറ്ററിൽ വന്ന് ഇവിടെ നിന്ന് താഴത്തേക്ക് പോയി അടുത്ത കാലിൻ്റെ താഴെ തീരും. അങ്ങനെ 2 പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ബോട്ടം ഫിനിഷിംഗ് ആവും. ആ ഒരു സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടില്ലെന്ന് നമുക്ക് നോക്കാം. അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇതൊരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ലൂസ് ബോട്ടം, ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ബോട്ടവും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമാണിത്. ഇത് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.